ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. അപ്പോൾ ഇത് കല്യാണം കഴിഞ്ഞിട്ടുള്ള സൽക്കാരത്തിൻ്റെ ഒരു മിനി വ്ളോഗാണ്. നല്ല മിനി വ്ളോഗാണ്. സംഭവം നമുക്ക് എല്ലാതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാനൊരു സൽക്കാര വ്ളോഗ് പോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മൾ കുറ്റേടത്തിൻ്റെ അവിടെ, അതായത് രമേശിൻ്റെ അടുത്ത് സൽക്കാരത്തിന് പോയപ്പോഴുള്ള ഒരു മിനി വ്ളോഗാണ്. കുഞ്ഞേച്ചിൻ്റെ അടുത്തും കൂടി കേട്ടോ. അപ്പോൾ ആനക്കാമ്പോയിലാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ വരുന്നത്. ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള പ്ലേസാണ്. നിങ്ങൾ ആരൊക്കെ പോയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ കുഞ്ഞേച്ചിൻ്റെ അടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗം എന്ന് പറയുന്നത് ബാഹുബലി മല ചുമന്ന പോലെ ഗോപു മലേൻ്റെ മുകളിൽ കയറിയിട്ട് മാങ്ങ പറിക്കണതാണ്. കറക്റ്റായിട്ട് അത് ക്യാച്ച് ചെയ്യണം നമ്മളെ നന്ദൂനെയാണ് പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല മാങ്ങ ഉണ്ടേനി നമ്മൾ പോയ സമയത്ത് കുറച്ച് മുന്നത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഓല് മാങ്ങ പറിക്കണം, ഓരോരുത്തർ അതിങ്ങനെ പിടിക്കണം, ഞാൻ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കണം, അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുളിക്കാനാണെന്ന് പറഞ്ഞിട്ട് മറിപ്പുഴ പോയി. ഇത് അവിടുത്തെ പാലാണ്. പക്ഷെ കുഞ്ഞേച്ചി പറഞ്ഞിട്ടുണ്ടേനി, കുഞ്ഞേച്ചി ഓർമ്മകളായവർക്കുണ്ടേനി അങ്ങ് ജാമ്പവാൻ്റെ കാലത്ത് കല്യാണം കഴിച്ചതാണ്. നല്ല പ്രായമുണ്ട്. അപ്പോൾ അന്നത്തെ സമയത്ത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെയൊക്കെ വെള്ളം ഉണ്ടേനി എന്ന് പറയണ്ടേനി. പാവം ആ നടന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്ന ആ നീല സംഭവമാണ് കുഞ്ഞേച്ചി എന്ന് പറയണത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് കുറച്ച് ആൾക്കാർ കുളിച്ച്, കുറേ ആൾക്കാർ കയലും കയ്യൊക്കെ ഇട്ടിട്ട് കഴുകി. പക്ഷെ മഴയുള്ള സമയത്ത് നല്ല വെള്ളം ഉണ്ടാവും. ഞങ്ങളിതിന് മുന്നേ പോയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു ആനക്കാമ്പയിൽ വ്ളോഗ് തന്നെ ഞാൻ ഇറക്കുന്നതാണ് ഗൈസ്. അത് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് സന്തോഷ ജന്മദിനം ചേട്ടായിക്ക്. ഇന്ന് ചേട്ടായിൻ്റെ ബർത്ത്ഡേനി. അപ്പോൾ കേക്കൊക്കെ രമേശി ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടിട്ടേനി. ഷർട്ട് വാങ്ങണമെന്ന് പറഞ്ഞത് മാത്രം അവിടെ നടന്നില്ല. കൂട്ടത്തിൽ ഒരു ഷോയ്ക്കും വേണ്ടി കുറച്ച് ലഡും മഞ്ഞയും അതുപോലെ തന്നെ കുറച്ച് ഓറഞ്ച് ലഡും ഒരു പാത്രത്തിൽ കുറച്ച് മുട്ടായൊക്കെ വെച്ചിനി. നല്ല മാളും കുഞ്ഞാറ്റയും ഉണ്ണേട്ടായും കൂടിയാണ് മുറിക്കണത്. ഇതിലൊരു കുട്ടിയും കൂടി ഉണ്ട്. കുട്ടി മിസ്സിങ് ആണ്. കുട്ടി ഇവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കേക്ക് മുറിയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സംഭവം ഈ ഒരു സമയത്ത് നമ്മൾ ഭയങ്കര ഫോർമലായി നല്ല കുട്ടികളായി നിന്നെങ്കിലും കേക്ക് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ അവസ്ഥ ഇതൊന്നുമല്ലായിരുന്നു. ഇതാണ് നേരത്തെ പറഞ്ഞ രമേച്ചി. അപ്പോൾ രമേച്ചി ചേട്ടായിക്ക് കേക്ക് കൊടുത്ത് പിന്നെ അത് ഓരോരുത്തരും ഇങ്ങനെ കൊടുത്ത് മാളു, അല്ലു, കുഞ്ഞാറ്റ, പിന്നെ അതുപോലെ തന്നെ കുറ്റേടുത്തി ഓലൊക്കെ കേക്ക് കൊടുത്ത് ആസ് യൂഷ്വൽ. പിന്നെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ടു യു, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, അതൊക്കെ അവിടുന്ന് ഞാൻ പാടുന്നുണ്ടായിരുന്നു. വേറെ ആരും പാടില്ലേനി. അതിലൊക്കെ ഫോക്കസ് ചെയ്തത് കേക്ക് കൊടുക്കാൻ ഇനിയും തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് സംഭവം. അതൊക്കെ കഴിഞ്ഞ് അങ്ങനത്തെ കലാപരിപാടികൾക്ക് ശേഷം പിന്നെ കുറ്റേടുത്തി പറഞ്ഞു ഞാൻ കൊടുത്തില്ല എന്ന്. അങ്ങനെ കുറ്റേടുത്തി കേക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ചെന്നാൽ നല്ല ഭംഗിയാണ് ഗൈസ്. ഫുൾ പച്ചപ്പ്, ജാതിക്ക, കൊക്കോ, അതുപോലെ തന്നെ അരിപ്പാറ വെള്ളച്ചാട്ടം, മറിപ്പുഴ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ കേക്ക് കൊടുത്ത് അതിന് അവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയണത്. അത് കഴിഞ്ഞിട്ട് ബിബിനേട്ടൻ്റെ ഫ്രണ്ട്സ് നമുക്ക് സൽക്കാരം വിളിച്ചിട്ടുണ്ടേനി. ഓലുണ്ടാക്കിയിട്ടുള്ള ടേസ്റ്റുള്ള ഫുഡുകൾ മാത്രമേ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടുള്ളൂ. ഫുഡ് കണ്ടപ്പോൾ ഞാനൊരു വ്ളോഗറാണ്, എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വീഡിയോ എടുക്കണം എന്നുള്ളതൊക്കെ 1 സെക്കൻഡിനോ 2 സെക്കൻഡിനോ മറന്നുപോയി. ബാക്കി ഇത്ര വീഡിയോസ് മാത്രമാണ് എടുത്തത്. ഇത്രയും സാധനങ്ങളൊക്കെ ഞങ്ങൾ തിന്ന് തീർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൽക്കാരത്തിന് രഞ്ജേഷിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ലിക്വോ ഐസ്ക്രീം തിന്നണത് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓൻ്റെ കൂടെ ഞാൻ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടേനി. ഓൻ നല്ല സൂപ്പറാണ്. ഞങ്ങൾ നല്ല കമ്പനിയാണ്. ഓൻ്റെ മേമീന്നേനും ഓനെ ഞാൻ വിളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിന്. പക്ഷെ ഓൻ മാമ എന്നാണ് ഇപ്പം എന്നെ വിളിക്കുന്നത്. എന്തോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്ന വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ടേനി. അതാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോസാണ് കാണാൻ ഇഷ്ടം എന്ന് പറയാം.